ഒരു ലോഡ്ജ് മുറിയിൽ നടന്ന മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വരുന്ന പോലീസുകാരെ കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ ആരംഭിക്കുന്നത്. മരിച്ചതാരാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും അയാളുടെ പക്കൽ നിന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കാനായില്ല. പിന്നീട് കാണിക്കുന്നത് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന കഥാനായകനായ പുരുഷോത്തമൻ നായരെയാണ്. എന്നാൽ ആ ജോലിക്ക് വേണ്ട എക്സ്പീരിയൻസ് ഇല്ല എന്ന കാരണത്താൽ പുരുഷോത്തമൻ നായരെ അവർ മടക്കി അയക്കുന്നു. ജോലിയൊന്നുമാവാതെ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്നതും ഭാര്യയുടെ ചെലവിൽ ഭാര്യ വീട്ടിൽ താമസിക്കേണ്ടി വന്നതും ഓർത്ത് നിരാശനായി പുരുഷോത്തമൻ നായർ വീട്ടിലോട്ട് മടങ്ങുന്നു. ആ നാട്ടിലെ പ്രധാന അധ്യാപകനായ പപ്പുപിള്ളയുടെ മകൾ ടീച്ചറായ ദേവിയായിരിക്കും പുരുഷോത്തമൻ നായർ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവരെ കൂടാതെ ആ വീട്ടിൽ പപ്പുപിള്ളയുടെ മകൻ അസുഖക്കാരനായ കുട്ടനും പുരുഷോത്തമൻ നായരുടെ മകൾ രേവതിയും ഉണ്ടായിരുന്നു. ഇവരുടെയെല്ലാം കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് ദേവിയായിരിക്കും. ജോലിയൊന്നുമാവാത്തതിൻ്റെ പേരിൽ പപ്പുപിള്ളയ്ക്കും ദേവിയുടെ അമ്മാവനായ കിട്ടുപിള്ളയ്ക്കും എപ്പോഴും പുരുഷോത്തമൻ നായരോട് പരിഹാസമായിരിക്കും. പുരുഷോത്തമൻ നായരുടെ പെങ്ങൾ ശാരദയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ ആവശ്യത്തിന് വേണ്ടി വരുന്നത് പതിവായിരിക്കും. ജോലിയാവാത്തതിൻ്റെ പേരിൽ ദേവിയും പുരുഷോത്തമൻ നായരെ അകറ്റി നിർത്തുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ദേവി ഓരോന്ന് പറഞ്ഞ് പുരുഷോത്തമൻ നായരെ കുത്തി നോവിക്കും. ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ പുരുഷോത്തമൻ നായർ ഒരു കൂട്ടുകാരൻ വഴി ഗൾഫിൽ ജോലി ശരിയാക്കി അങ്ങോട്ട് പോകാൻ തീരുമാനിക്കും. ജോലി ശരിയായ പുരുഷോത്തമൻ നായർ ഗൾഫിലോട്ട് പോവുകയാണ്. 2 വർഷത്തിനു ശേഷം പുരുഷോത്തമൻ നായർ നാട്ടിലോട്ട് തിരിച്ചു വരും. പുരുഷോത്തമൻ നായർ ഒരു സെക്കൻഡ് ഹാൻഡ് കാറും വാങ്ങിക്കുന്നുണ്ട്. അന്ന് രാത്രി പുരുഷോത്തമൻ നായർ ദേവിയോട് കാറ് വാങ്ങിച്ചതിൻ്റെ രഹസ്യം തുറന്നു പറയും. നമുക്ക് ജീവിക്കാൻ ഇപ്പോൾ കിട്ടുന്ന കാശൊന്നും മതിയാവില്ല. ഞാൻ വലിയൊരു തുകയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഒരു ഫേക്ക് ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം മറ്റൊരാളുടെ പേരിൽ. എന്നാൽ ഇത് കേട്ട ദേവി പേടിച്ച് ഇതിനൊന്നും സമ്മതിക്കുന്നില്ല. എന്നാൽ പപ്പുപിള്ളയും കിട്ടുപിള്ളയും ഇതിന് കൂട്ടുനിൽക്കുന്നു. അവർ ദേവിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളെന്നും ഇങ്ങനെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞാൽ മതിയോ, നമുക്കും കാശുണ്ടാക്കണം എന്ന് പറഞ്ഞ് കിട്ടുപിള്ള പപ്പുപിള്ളയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി പപ്പുപിള്ളയും ഒടുവിൽ സമ്മതിക്കുന്നു. എന്നാൽ ഇതൊന്നും പപ്പുപിള്ളയുടെ മകനായ കുട്ടൻ മാത്രം അറിയുന്നില്ല. അങ്ങനെ അവർ പുരുഷോത്തമൻ നായർക്ക് വേണ്ടിയുള്ള ഒരു ഡെഡ് ബോഡി കണ്ടുപിടിക്കാനായി അലച്ചൽ തുടങ്ങുന്നു. ഡെഡ് ബോഡിയൊന്നും കിട്ടാതെ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾ വന്ന് ലിഫ്റ്റ് ചോദിക്കുന്നത്. അയാളെ കൊന്ന് ഡെഡ് ബോഡിയാക്കാം എന്ന് അവർ അപ്പോൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ആ ലിഫ്റ്റ് ചോദിച്ച ചെറുപ്പക്കാരനെ മൃഗീയമായി കൊല്ലുന്നു. ആളൊഴിഞ്ഞ ഒരു പറമ്പിലെത്തിയ ശേഷം ആ ചെറുപ്പക്കാരനെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി ആ കാറിന് തീ കൊളുത്തുകയാണ്. ഇൻഷുറൻസ് തുക കിട്ടുന്നതുവരെ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചു കഴിഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷോത്തമൻ നായർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് പുരുഷോത്തമൻ നായർ ആക്സിഡന്റിൽ മരണപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ് നാട്ടുകാരെല്ലാം പപ്പുപിള്ളയുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരിച്ചത് പുരുഷോത്തമൻ നായരല്ല, മറ്റൊരു ചെറുപ്പക്കാരനാണെന്ന് DNA ടെസ്റ്റിലൂടെ തെളിയുന്നു. അതെല്ലാം പത്രത്തിലൂടെ വായിച്ചറിഞ്ഞ നാട്ടുകാർക്ക് പുരുഷോത്തമൻ നായർ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടി ഒരു ഫേക്ക് ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാകുന്നു. പുരുഷോത്തമൻ നായർ മരിച്ചിട്ടില്ല എന്ന വാർത്ത വായിച്ച ഒന്നും അറിയാത്ത കുട്ടന് സന്തോഷമാവുമെങ്കിലും അത് കണ്ട ദേവി കൂടുതൽ പേടിക്കുകയാണ്. ആ കേസ് അന്വേഷണത്തെ തുടർന്ന് പോലീസുകാരൻ വീട്ടിൽ വന്ന് പുരുഷോത്തമൻ നായരെ അന്വേഷിക്കുകയാണ്. മരിച്ചത് പുരുഷോത്തമൻ നായരല്ല എങ്കിൽ പുരുഷോത്തമൻ നായർ പിന്നെ എവിടെ പോയി? ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ദേവിയും കുട്ടനും പറഞ്ഞുവെങ്കിലും അവർ കുട്ടനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുകയാണ്. ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കിട്ടുപിള്ളയെയും പപ്പുപിള്ളയെയും കൂടി അവർ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കുന്നു. സത്യം തുറന്നു പറയുന്നതിന് വേണ്ടി പോലീസുകാർ ഒന്നും അറിയാത്ത കുട്ടനെ ഒരുപാട് ഉപദ്രവിക്കുന്നു. ചോദിക്കേണ്ട രീതിയിൽ ഒന്നുകൂടി ചോദിക്കൂ എന്ന് പോലീസുകാർ പറയുമ്പോൾ വേറെ നിൽക്കക്കളിയൊന്നും ഇല്ലാതായപ്പോൾ കിട്ടുപിള്ളയും പപ്പുപിള്ളയും കുറ്റം സമ്മതിക്കുകയാണ്. മനഃപൂർവ്വമല്ല, ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ബ്രേക്ക് കിട്ടാതെ കാറിടിച്ചതാണ്, മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് കത്തിച്ചു കളഞ്ഞത് എന്ന് കിട്ടുപിള്ള പറയുന്നു. ആ വാർത്തയും പത്രത്തിൽ വന്നതോടെ ഒന്നാം പ്രതിയായ പുരുഷോത്തമൻ നായർക്ക് ആ നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. ഒരു ദിവസം ദേവിയുടെ വീട്ടിൽ ഒരു പയ്യൻ വരികയാണ്. ഞാൻ അന്ന് ആ ആക്സിഡന്റിൽ മരിച്ചുപോയ ആളുടെ മകനാണ്. ഇപ്പോൾ ഞങ്ങൾ വളരെ ദാരിദ്ര്യത്തിലാണ്. എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. എന്നെ തുടർന്ന് പഠിക്കുവാൻ സഹായിക്കണമെന്ന് ആ പയ്യൻ ദേവിയോട് അപേക്ഷിക്കുന്നു. ദേവി ആ പയ്യൻ്റെ നിസ്സഹായത അവസ്ഥ കണ്ട് ഒരുപാട് വിഷമത്തോടെ ആ പയ്യൻ്റെ എല്ലാ കാര്യങ്ങളും ദേവി നോക്കിക്കോളാം എന്ന് വാക്കുകൊടുക്കുന്നു. മറ്റൊരു വിവാഹത്തിനു വേണ്ടി പലരും ദേവിയെ നിർബന്ധിപ്പിക്കുമെങ്കിലും ദേവി അതിന് സമ്മതിക്കുകയില്ല.
ഒരു ദിവസം ദേവിയുടെ മുറിയുടെ ജനലിൻ്റെ അരികിൽ ഒരാൾ വരികയാണ്. ഞാൻ പുരുഷോത്തമൻ നായരാണ്. ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് എൻ്റെ മുഖം മാറ്റിയതാണ്. എൻ്റെ സൗണ്ട് പഴയത് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞെങ്കിലും ദേവി അതൊന്നും വിശ്വസിക്കുന്നില്ല. ദേവി ഒച്ച വെച്ച് നാട്ടുകാരെ കൂട്ടും എന്ന് പറയുമ്പോൾ അയാൾ ഒന്നും പറയാതെ തിരിച്ചു പോകുകയാണ്. എന്നാൽ ഈ കാര്യം കുട്ടൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുമ്പോൾ ദേവിക്ക് അത് പുരുഷോത്തമൻ നായർ തന്നെയാണോ എന്ന ഒരു സംശയമാവും. പുരുഷോത്തമൻ നായർ കൊല ചെയ്ത അയാളുടെ മകൻ പിന്നെയും ദേവിയെ കാണാൻ വരും. തുടർന്ന് പഠിക്കുവാൻ എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് ആ പയ്യൻ ദേവിയോട് പറയും. അപ്പോൾ ദേവി എനിക്കൊരു മോൾ മാത്രമല്ല ഇനിയൊരു മകൻ കൂടിയുണ്ട് എന്ന് ആ പയ്യനോട് പറയും. അത് കേട്ട് ആ പയ്യന് ഒരുപാട് സന്തോഷമാകും. ഒരു ദിവസം പുരുഷോത്തമൻ നായരുടെ സഹോദരി ശാരദ ദേവിയെ കാണാൻ വരും. ആരാണെന്ന് പോലും അറിയാത്ത ഒരാൾ ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലാണ് എന്ന് പറയുമ്പോൾ അത് പുരുഷോത്തമൻ നായർ തന്നെയാണോ എന്ന ദേവിക്ക് കൂടുതൽ സംശയമാകും. അങ്ങനെ ഇന്ന് പുരുഷോത്തമൻ നായർ വരുമോ എന്ന് പ്രതീക്ഷിച്ച് ദേവി ജനൽ തുറന്നിടുന്നു. എന്നാൽ അന്ന് പുരുഷോത്തമൻ നായർ വരികയില്ല. പിറ്റേന്ന് കോളേജിൽ നിന്ന് വരുന്ന വഴി രേവതിയെ ആരോ ഫോളോ ചെയ്തിരുന്നു എന്ന് രേവതി ദേവിയോട് പറയും. രേവതി പറഞ്ഞ അടയാളങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് പുരുഷോത്തമൻ നായർ തന്നെയാണെന്ന് ദേവിക്ക് ഉറപ്പാകും. അന്ന് പുരുഷോത്തമൻ നായരെ ആട്ടി ഓടിച്ചതോർത്ത് ദേവിക്ക് ഒരുപാട് കുറ്റബോധം തോന്നും. ഇന്ന് രാത്രി ഒന്ന് വന്നിരുന്നതിൽ ഒന്ന് കാണാമായിരുന്നു എന്ന് ദേവി മനസ്സിൽ ഓർക്കും. ദേവിയുടെ ആഗ്രഹം പോലെ പുരുഷോത്തമൻ നായർ അന്ന് രാത്രി ദേവിയെ കാണാൻ വരും. ദേവി, ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്. എൻ്റെ കൂടെ വന്നുകൂടെ? നമുക്ക് മറ്റൊരു നാട്ടിൽ പോയി സുഖമായി സന്തോഷത്തോടെ ജീവിക്കാം. അത് കേട്ട് ദേവി പറയും, സന്തോഷമോ? എനിക്കോ? ഇനി ഒരിക്കലും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുകയില്ല. എൻ്റെ അമ്മാവൻ ഒരു കൊലപ്പുള്ളിയായി ജയിലിൽ കിടന്ന് മരിച്ചു. അച്ഛനാണെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ ജയിലിൽ മരണം കാത്തു കിടക്കുകയാണ്. എനിക്ക് ഇനി എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും? മറ്റൊരാളുടെ മുഖമായി ജീവിക്കുന്ന നിങ്ങളുടെ ഒപ്പം ഞാനിനി ഒരിക്കലും വരില്ല. എനിക്കിനി ഒരിക്കലും നിങ്ങളുടെ കൂടെ ജീവിക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ദേവി പുരുഷോത്തമൻ നായരെ വിഷമത്തോടെ പറഞ്ഞയക്കും. അങ്ങനെ പുരുഷോത്തമൻ നായർ ആ ലോഡ്ജിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു. കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ മരണം പുരുഷോത്തമൻ നായരുടെ ആയിരിക്കും. എന്നെക്കുറിച്ചോ ഞാൻ ആരെന്നോ നിങ്ങൾ അന്വേഷിക്കേണ്ട. എന്നെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആവില്ല. എൻ്റെ അത്യാഗ്രഹത്തിനുള്ള ഫലമാണ് ഇതെല്ലാം എന്ന് പുരുഷോത്തമൻ നായർ എഴുതി വെച്ച കത്ത് വായിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ തീരുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാലും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ നല്ലൊരു മൂവിയുടെ എക്സ്പ്ലനേഷൻ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.